ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ബൈബിളിൽ വചനങ്ങളിലൂടെ ദൈവം അനാഥരുടെയും വിധവകളുടെയും പരദേശികളുടെയും സംരക്ഷകനാണ് എന്ന് നമ്മെ അറിയിക്കുന്നുണ്ട്. വിധവകളെ സംരക്ഷിക്കണമെന്നും അവരെ അവഗണിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്നും ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. പഴയ നിയമത്തിൽ അവരുടെ ദശാംശത്തിൻ്റെ ഒരു ഭാഗം 3 വർഷത്തിലൊരിക്കൽ ലേവ്യർ, പരദേശികൾ, അനാഥർ, വിധവകൾ എന്നിവർക്കായി നീക്കിവെക്കണം എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിധവകളെ അവഗണിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്നാണ് പറയുന്നത്. പുറപ്പാട് 22 മുതൽ 24 വരെയുള്ളത് കേൾക്കൂ. വിധവയെയും അനാഥരെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത്. അവരെ ഏതെങ്കിലും വിധത്തിൽ ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും. എൻ്റെ കോപം ജ്വലിച്ച് ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും. ഇതിൽ നിന്നും ദൈവം വിധവയുടെ നേർക്ക് എത്രമേൽ കരുണാമയനാണ്, ശ്രദ്ധാലുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യേശുവിൻ്റെ കാലത്ത് യേശു ഒരു വിധവയെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ലൂക്ക 7-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ കാണാം. നമുക്ക് അതേപ്പറ്റി ഒന്ന് ചിന്തിക്കാം. ലൂക്കോസ് സുവിശേഷകൻ മാത്രമാണ് ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണുന്നത്, അതും ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം. യേശു കഫർനഹൂമിൽ നിന്നും നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുന്നു. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിക്കുന്നതിനാൽ യേശുവിൻ്റെ കൂടെ വലിയൊരു ജനക്കൂട്ടമുണ്ട്. ലൂക്ക 7:11 കേൾക്കൂ. പിറ്റന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അങ്ങനെ ഈ ജനാവലിയുമായി പട്ടണത്തിൻ്റെ കവാടത്തോടടുത്തപ്പോൾ മറ്റൊരു ജനക്കൂട്ടത്തെ അവർ കണ്ടുമുട്ടുന്നു. അതൊരു വിലാപ ശുശ്രൂഷയായിരുന്നു. നയീനിലെ ഒരു വിധവയുടെ ഏകജാതനായ മകൻ മരിച്ചിട്ട് അടക്കാനായി വലിയൊരു പുരുഷാരവുമായി വിധവയോടൊപ്പം കവാടത്തിന് പുറത്തേക്ക് ജനക്കൂട്ടം കൊണ്ടുവരുന്നു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാക്കുകളിൽ വിവരിക്കാൻ പ്രയാസമുള്ള ഒരു നഷ്ടമാണ് ആ വിധവയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആ വിധവ ദുഃഖിതയായി കരയുകയാണ്. നിരാശാജനകവും ഭയാനകവുമായ സാഹചര്യത്താൽ ദുഃഖത്തിൻ്റെ ഇരുട്ടിലാണ് ആ വിധവ. വിധവയായി തനിക്ക് ഏക ആശ്രയമായ യൗവനയുക്തനായ മകനും മരിച്ചിരിക്കുന്നു. വെളിച്ചമായ യേശു എന്തു ചെയ്യുന്നെന്ന് നോക്കൂ. 13-14 വാക്യങ്ങൾ കേൾക്കൂ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് ശവമഞ്ചം തൊട്ടു. അപ്പോൾ അത് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്നു ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശു അനുകമ്പയോടെ ആ സ്ത്രീയോട് കരയരുത് എന്ന് പറഞ്ഞെങ്കിൽ കരയാനിടയായ സാഹചര്യത്തെ മാറ്റിക്കൊടുക്കുവാൻ യേശു തുനിഞ്ഞു. അതെ, യേശു അതുതന്നെ ചെയ്തു. മകനെ ഉയർപ്പിച്ച് തിരികെ അമ്മയ്ക്ക് കൊടുത്തു. വളരെ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിലാണ് യേശു ഉയർപ്പിക്കുന്നത്. മരണത്തിന്മേലുള്ള തൻ്റെ അധികാരം ഇത്രയധികം ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് യേശു പ്രകടിപ്പിച്ചു. ആ വിധവ യേശുവിനോട് ആവശ്യപ്പെട്ടതായി നാം കാണുന്നില്ല. യേശു അവളെ കണ്ടു. യേശു കാണുന്ന ദൈവമാണ്. കാണുകയും അമാനുഷിക ദൃഷ്ടിയാൽ ആ വിധവ എങ്ങനെയുള്ളവളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആകസ്മികമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല. അതെ, നമുക്ക് യേശുവിനെ പോലെ മറ്റുള്ളവരോട് കരയരുത് എന്ന് പറയാൻ കഴിയണം. യേശുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന നിത്യജീവൻ, മരണത്തിനപ്പുറമുള്ള ദൈവത്തോടൊപ്പമുള്ള ശാശ്വതമായ ജീവൻ ലഭിക്കുന്നതിനാൽ ഏത് ദുഃഖത്തെയും മറികടക്കാനാകും എന്ന് പറയാനാകണം. വിധവയുടെ പുത്രനെ പോലെ നാം എല്ലാവരും നമ്മുടെ പാപത്തിൽ മരിച്ചവരായിരുന്നു. വിധവയെപ്പോലെ നാം എല്ലാവരും സ്വന്തമായി നിസ്സഹായവരും പ്രതീക്ഷയില്ലാത്തവരുമായിരുന്നു. എന്നാൽ യേശു അവർക്ക് ജീവൻ നൽകിയതുപോലെ നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കും. അങ്ങനെ നമുക്ക് ദൈവത്തോടൊപ്പം വെളിപ്പാട് 21:4 പറയുന്നത് പോലെ മരണവും കരച്ചിലും ദുഃഖവും വേദനയും ഒന്നുമില്ല ഇടത്ത് നിത്യമായി ജീവിക്കാനാകും. സങ്കീർത്തനം 68:5 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് സഹായകരമാകുന്നു. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.
ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.